അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായ ധർമ്മധ്വജാരോഹണം ഇന്ന് നടക്കും. ആചാരമായ കൊടിയുയർത്തൽ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. രാവിലെ 11:50 ആരംഭിക്കുന്ന ചടങ്ങിൽ നരേന്ദ്രമോദി ധ്വജാരോഹണം നടത്തും. RSS സർസംഘ് ചാലക ഡോക്ടർ മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. ധ്വജാരോഹണത്തിന് മുന്നോടിയായി അയോധ്യയിലെ 12 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭയാത്ര രാജജന്മഭൂമി ക്ഷേത്രത്തിലെത്തും. 11 മണിയോടെയായിരിക്കും പ്രധാനമന്ത്രിയും അയോധ്യയിൽ എത്തിച്ചേരുക. 11:58-നും 1 മണിക്കുമിടയിലാണ് ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക. ധ്വജാരോഹണ ചടങ്ങുകളുടെ ഭാഗമായി രാമക്ഷേത്രവും പരിസരവും ദീപങ്ങളാൽ അലങ്കരിച്ചു കഴിഞ്ഞു. അതിഥികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 161 അടി ഉയരമുള്ള പ്രധാന ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ 30 അടി ഉയരത്തിൽ പതാക പാറിപ്പറക്കും. നിറം കാവി പതാകയിലവും സൂര്യൻ മന്ദാരവും പാരിജാതവും ചേർന്നുണ്ടാക്കിയ കോവിതാര അഥവാ കാഞ്ചനാര മരത്തിന്റെ ചിഹ്നം എന്നിവ ആലേഖനം ചെയ്തിട്ടുണ്ട്. സൂര്യൻ ശ്രീരാമന്റെ സൂര്യവംശത്തെ പ്രതിനിധീകരിക്കുന്നു. ഓം എന്നത് ശാശ്വതമായ ആത്മീയ ശബ്ദമാണ്. പതാക ഉയർത്തൽ ചടങ്ങിന് മുമ്പായി സരയൂ തീരത്ത് കലശപൂജ നടത്തും. ക്ഷണിക്കപ്പെട്ട 8000 പേർക്കാണ് പ്രവേശനം. മറ്റന്നാൾ മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അവസരമൊരുക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായ ധർമ്മധ്വജാരോഹണ ചടങ്ങുകളാണ് ഇന്ന് അയോധ്യയിൽ നടക്കുക. ആചാരപരമായ കൊടിയുയർത്തൽ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും നിർവഹിക്കുന്നത്. രാവിലെ 11:50 ചടങ്ങുകൾ ആരംഭിക്കുക. RSS സംഘ് ചാലക ഡോക്ടർ മോഹൻ ഭാഗവത്, കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖരായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. ധ്വജാരോഹണത്തിന് മുന്നോടിയായി അയോധ്യയിലെ 12 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭയാത്ര രാമജന്മഭൂമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 11 മണിയോടെയായിരിക്കും പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിച്ചേരുക. കനത്ത സുരക്ഷയാണ് ചടങ്ങുകളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലടക്കമാണ് ഇത്തരത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്ന സാഹചര്യമുള്ളത്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും.